ഒരിടത്ത് ഒരു പിശുക്കനുണ്ടായിരുന്നു. പിശുക്കൻ എന്ന് പറഞ്ഞാൽ ഒരസാധാരണ പിശുക്കൻ. പണം ചിലവാക്കാൻ വലിയ മടിയാണ് ഇയാൾക്ക്. ശരിക്കും ഭക്ഷണം കഴിക്കാതെ, പുതിയ വസ്ത്രങ്ങൾ ധരിക്കാതെ, കിട്ടുന്ന പണം എല്ലാം കൂട്ടിവെക്കും. എന്തിനു പറയുന്നു, പണം ചിലവാകുന്നതോർത്ത് കല്യാണം പോലും കഴിക്കാത്തവരാണ്. താൻ കഷ്ടപ്പെട്ട് പിശുക്കി സമ്പാദിച്ച നാണയങ്ങൾ കൊടുത്ത് അയാൾ കുറേ സ്വർണ്ണക്കട്ടികൾ വാങ്ങി. സ്വർണ്ണക്കട്ടികൾ സൂക്ഷിക്കാൻ എളുപ്പമാണല്ലോ, മാത്രമല്ല എണ്ണി നോക്കാനും എളുപ്പം. ഓരോ തവണയും കുറേ നാണയങ്ങളാവുമ്പോൾ അവ കൊടുത്ത് വീണ്ടും സ്വർണ്ണക്കട്ടികൾ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ സ്വർണ്ണക്കട്ടികളും കുറേയായി. നമ്മുടെ പിശുക്കന് പേടിയും കൂടി. സ്വർണ്ണക്കട്ടികൾ കുറേ വീട്ടിലുണ്ട് എന്നറിഞ്ഞാൽ കള്ളന്മാർ വന്നാലോ സ്വർണം അവർ മോഷ്ടിച്ചു കൊണ്ടുപോകുകയും. ചിലപ്പോൾ അതിനായി തന്നെ അപായപ്പെടുത്താനും അവർ മടിക്കില്ല. ഇതൊക്കെയായിരുന്നു അയാളുടെ പേടി. അങ്ങനെ ചിന്തിച്ച് പിശുക്കൻ ഒരു ഉപായം കണ്ടെത്തി. സ്വർണ്ണക്കട്ടികളുമായി അയാൾ വീടിനടുത്തുള്ള ഒരു കാട്ടിലെത്തി. എന്നിട്ട് ഒരു വലിയ കുഴി കുഴിച്ച് സ്വർണ്ണക്കട്ടികൾ ഒരു സഞ്ചിയിലാക്കി കുഴിയിൽ വെച്ച് കുഴി നന്നായി മൂടി. സ്ഥലം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നോക്കി വച്ച ശേഷം പിശുക്കൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലെത്തിയ പിശുക്കനുണ്ടോ ഇരിപ്പുറയ്ക്കുന്നു. തൻ്റെ സ്വർണ്ണക്കട്ടികൾ അവിടെ സുരക്ഷിതമാണോ എന്ന ഭയം അയാളെ വിടാതെ പിടികൂടി. പിറ്റേ ദിവസം നേരം വെളുത്തതും അയാൾ കാട്ടിലേക്ക് ഓടി. മണ്ണ് മാറ്റും കുഴിയിൽ നിന്നും സഞ്ചി പുറത്തെടുത്ത് കുഴിക്ക് നോക്കി. ഉള്ളിൽ സ്വർണ്ണക്കട്ടികൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് സമാധാനത്തോടെ തിരികെ വീട്ടിലെത്തി. പിന്നെ ഇത് പിശുക്കൻ്റെ പതിവായി മാറി. എന്നും രാവിലെ കുഴി തുറന്ന് സഞ്ചി എടുത്ത് കുഴുക്കി നോക്കി ഉറപ്പുവരുത്തിയാലേ പിശുക്കന് സമാധാനമാകും. ഇടയ്ക്കൊക്കെ സഞ്ചി തുറന്ന് സ്വർണ്ണക്കട്ടികൾ എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യും. കുറേയേറെ നാളുകൾ കടന്നുപോയി. ഇതിനിടയിൽ ഒരു ദിവസം യാദൃശ്ചികമായി ആ വഴി പോയ ഒരു കള്ളൻ പിശുക്കൻ്റെ പ്രവൃത്തികൾ മുഴുവൻ കണ്ടു. പിശുക്കൻ്റെ സ്വർണ്ണക്കട്ടികൾ മുഴുവനും അയാൾ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ പിശുക്കൻ സ്വർണ്ണക്കട്ടികൾ പരിശോധിക്കാൻ എത്തി. സഞ്ചി തുറന്ന് നോക്കിയ അയാൾ ഞെട്ടിപ്പോയി. സഞ്ചിയിൽ ഒരു സ്വർണ്ണക്കട്ടി പോലുമില്ല. പകരം കുറേ കരിങ്കൽ കഷണങ്ങൾ, ഒപ്പം ഒരു കടലാസും. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ലാത്ത ഈ സ്വർണ്ണക്കട്ടികൾ ഞാൻ എടുക്കുന്നു. എനിക്കതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. താങ്കൾക്ക് ദിവസവും കുലുക്കി നോക്കി തൃപ്തി വരുത്താനായി കുറച്ചു കരിങ്കൽ കഷണങ്ങൾ പകരം വയ്ക്കുന്നു. താങ്കളെ സംബന്ധിച്ചിടത്തോളം രണ്ടും സമമാണല്ലോ. നന്ദിയോടെ, സ്വന്തം കള്ളൻ. ഇത് വായിച്ച പിശുക്കൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. പിന്നീട് വഴിനീളെ തൻ്റെ സ്വർണ്ണക്കട്ടികൾ തിരഞ്ഞുകൊണ്ട് കുഴി കുഴിച്ച് നടക്കുന്ന ഒരു ഭ്രാന്തനായാണ് അയാളെ ആളുകൾ കണ്ടത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭണ്ഡാസുരന് അതിശക്തരായ 40 സേനാപതികൾ ഉണ്ടായിരുന്നു. ആ 40 പേരെയും മഹത്തായ പാശുപതാസ്ത്രം കൊണ്ട് ലളിതാ ത്രിപുരസുന്ദരി ദേവി ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് ദർശിച്ച വശിന്യാദി വാഗ്ദേവതകൾ 81-ാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രപുഷ്പമായി ഈ സംഭവത്തെയാണ് എഴുതിച്ചേർത്തത്. മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. മഹത്തായ പാശുപതാസ്ത്രത്തിൻ്റെ അഗ്നിയാൽ നിർദഗ്ധരായ, പൂർണ്ണമായും ദഹിച്ച അസുര സൈന്യത്തോട് കൂടിയവൾ. മഹാപാശുപതാസ്ത്രത്താൽ ഉണ്ടായ അഗ്നിയിൽ അസുര സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. അഥ പാശുപതാസ്ത്രേണ ദീപ്തകാലാനലത്വിഷ ചത്വാരിംശച്ചമൂനാഥാൻ മഹാരാജ്ഞീ വ്യമർദയൽ. അനന്തരം ദീപ്തമായ കാലാഗ്നി പോലെ ജ്വലിക്കുന്ന പാശുപതാസ്ത്രം കൊണ്ട് മഹാരാജ്ഞി 40 സേനാനായകന്മാരെയും മർദ്ദിച്ചു, അതായത് നശിപ്പിച്ചു. പാശുപതാസ്ത്രത്തിനും മഹാപാശുപതാസ്ത്രത്തിനും ബീജമന്ത്രങ്ങൾ വെവ്വേറെയാണ്. പാശുപതം ശിവൻ്റെ ആണെങ്കിൽ മഹാപാശുപതാസ്ത്രം സദാശിവൻ്റേതാണ്. രുദ്രാദയ പിശാചാന്ത പശവ പരികീർത്തിത തേഷാം പതിത്വാൽ സർവേഷോ ഭവ പശുപതി സ്മൃത. രുദ്രൻ മുതൽ
പിശാചുക്കൾ വരെ എല്ലാം പശുക്കളാകുന്നു. ശിവൻ ഇവയുടെ എല്ലാം പതിയുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പശുപതി എന്ന് പറയുന്നത്. ലിംഗപുരാണം എന്ന മഹത് ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകമാണ് ഇത്. അതുകൊണ്ട് ഈ മന്ത്രം സദാശിവനെക്കുറിച്ചാണ് പറയുന്നത്. മഹാപാശുപതാസ്ത്രത്തിലെ അഗ്നിയെ അദ്വൈതാനുഭൂതി എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഉപാസനയുടെ വളർച്ചയ്ക്കനുസരിച്ച് അദ്വൈത മനോഭാവവും വളരുന്നു. അതായത് ഭക്തനും ലളിതാ പരമേശ്വരീ ദേവിയും വേറെയാണ് എന്നുള്ള ചിന്ത മാറിക്കിട്ടുന്നു. അതാണ് ദ്വൈതഭാവം. അത് മാറിക്കിട്ടുന്നു. അങ്ങനെ അവിദ്യയെ അമ്മ നശിപ്പിച്ചു കളയുന്നു. അതിനുശേഷം അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന ഭാവമാണ് ഉണ്ടാകുന്നത്. ആ മഹാവാക്യങ്ങളുടെ പൊരുളാണ് ഈ മന്ത്രം ഉൾക്കൊള്ളുന്നത് എന്ന് സാരം. ഓം മഹാപാശുപതാസ്ത്രാഗ്നിനിർദഗ്ധാസുരസൈനികായൈ നമ. ഓം ഓം ശ്രീം മഹാപാശുപതാസ്ത്രാഗ്നിനിർദഗ്ധാസുരസൈനികായൈ നമ. പാശുപതം എന്ന അസ്ത്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന അഗ്നിയിൽ അസുരന്മാർ ദഹിച്ചു പോയതുപോലെ ഈ മന്ത്രം ജപിക്കുന്നവരുടെ കഷ്ടതകളും ദഹിച്ചു പോകും. 3 പ്രാവശ്യം രാവിലെയോ വൈകുന്നേരമോ ജപിക്കുക. 21 ദിവസം മുടങ്ങാതെ ജപിക്കുന്നവർക്ക് ആഗ്രഹസാധ്യവും ദുരിത നിവാരണവും തീർച്ചയായും ഉണ്ടാകും. പാശുപതാസ്ത്രത്തെക്കാൾ സംഹാരശക്തി കൂടുതലുള്ള ദിവ്യാസ്ത്രമാണ് മഹാകാമേശ്വരാസ്ത്രം. അത് പ്രയോഗിച്ച് ലളിതാ പരമേശ്വരീ ദേവി ഭണ്ഡാസുരനോടൊപ്പം അവൻ്റെ ആസ്ഥാനമായ ശൂന്യകം എന്ന നഗരത്തെയും നശിപ്പിച്ചു. വാഗ്ദേവതകൾ ഈ സംഭവത്തെയും ഒരു നാമമന്ത്രമാക്കി ലളിതാ സഹസ്രനാമത്തിൽ ഇങ്ങനെ മനോഹരമായി ചേർത്ത് വച്ചിട്ടുണ്ട്. അതാണ് കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യത. കാമേശ്വരാസ്ത്രത്താൽ നിർദഗ്ധമായ പൂർണ്ണമായിട്ടും ദഹിച്ച സഭണ്ഡാസുരമായ ഭണ്ഡാസുരനോടുകൂടിയ ശൂന്യതത്തോട് ശൂന്യതം എന്ന പട്ടണത്തോട് കൂടിയവൾ. കാമേശ്വരാസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനോടു കൂടിയ ശൂന്യതത്തെ പൂർണ്ണമായും നശിപ്പിച്ചവൾ. അഥൈകശേഷം തം ദുഷ്ടം നിഹതാശേഷബാന്ധവം ക്രോധേന പ്രജ്വലന്തം ച ജഗദ്വിപ്ലവകാരിണം മഹാസുരം മഹാസത്വം ഭണ്ഡം ചണ്ഡപരാക്രമം മഹാകാമേശ്വരാസ്ത്രേണ സഹസ്രാദിത്യവർച്ചസാ ഗദാസുമകരോന്മാദാ ലളിതാ പരമേശ്വരീ തതസ്തു പ്രോദ്ഗതജ്വാലൈ ശൂന്യകം നാമ പട്ടണം സസ്ത്രീകം ച സബാലം ച സഗോഷ്ഠധനധാന്യകം നിർദഗ്ധമാസീൽ സഹസാ സ്ഥലമാത്രമശിഷ്യത. അതിനുശേഷം സർവലോകമാതാവായ ലളിതാ പരമേശ്വരീ ദേവി എല്ലാ സൈന്യങ്ങളും നശിച്ച് ഒറ്റയ്ക്കായവനും ദുഷ്ടനും ക്രോധം കൊണ്ട് ജ്വലിക്കുന്നവനും ലോകത്തിന് നാശം വരുത്തുന്നവനും മഹാസത്വനും പ്രചണ്ഡ പരാക്രമനുമായ ആ ഭണ്ഡാസുരനെ 1000 ആദിത്യന്മാരെ പോലെ തേജസ്സുള്ള കാമേശ്വരാസ്ത്രം ഉപയോഗിച്ച് നിർജീവനാക്കി തീർത്തു. അമ്മയുടെ മഹത്തായ അസ്ത്രത്തിൽ നിന്നും പുറപ്പെട്ട അഗ്നിജ്വാലകൾ ഭണ്ഡാസുരൻ വാണിരുന്ന ശൂന്യകം എന്ന പട്ടണവും അതിലുള്ള സ്ത്രീകൾ, കുട്ടികൾ, ധനങ്ങൾ, ധാന്യങ്ങൾ എന്നിവയും വളരെ പെട്ടെന്ന് തന്നെ ദഹിപ്പിച്ചു കളഞ്ഞു. ആ സ്ഥലം മാത്രമായി അവശേഷിച്ചു. കാമേശ്വരാഗ്നി എന്ന പദത്തിന് ചിതഗ്നി എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. ആത്മഭാവം കൈക്കൊണ്ട് ദേഹിയുടെ കർമ്മഫലങ്ങളും അതിൽ നിന്ന് ഉണ്ടാകുന്ന ആണവമലവും
ആത്മഭാവവും നഷ്ടപ്പെട്ട് ശൂന്യമാകുന്ന പ്രക്രിയയെയാണ് ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം നിർമ്മലവും ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞ ജീവാത്മാവ് പഞ്ചഭൂതാത്മകമായ ശരീരവും ലിംഗശരീരം തുടങ്ങിയ രൂപങ്ങളും എല്ലാം നശിച്ചു കഴിയുമ്പോൾ ശിവം മാത്രമായി അവശേഷിക്കുന്നു. അതായത് ശിവൻ തന്നെ ആയിത്തീരുന്നു എന്ന് അർത്ഥം. അതായത് പരബ്രഹ്മത്തിൽ ലയിക്കുന്നു. അജ്ഞാനത്തിൽ നിന്നുമുണ്ടായ ജീവഭാവമാണ് ഭണ്ഡാസുരൻ. കാമേശ്വരൻ്റെ രൂപമായിട്ടുള്ള ചിദഗ്നിയിൽ ജീവഭാവം ദഹിച്ച് ഇല്ലാതെയാകുന്നു. ജീവഭാവം അങ്ങനെ ദഹിച്ചു കഴിഞ്ഞാൽ മനസ്സ് മാത്രമാണ്, അതായത് ചിത്ത് മാത്രമാണ് അവശേഷിക്കുന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ശൂന്യകപുരം പൂർണ്ണമായും ശൂന്യമായി തീർന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ കർമ്മബന്ധങ്ങളും വാസനകളും പരമമായ ജ്ഞാനരൂപമായിട്ടുള്ള ചിദഗ്നിയിൽ നശിച്ച് ശൂന്യത മാത്രം അവശേഷിക്കുന്നു. അതായത് ആത്മാവ് പരമമായ മോക്ഷപ്രാപ്തിയിൽ എത്തുന്നു എന്ന് അർത്ഥം. ഓം കാമേശ്വരാസ്ത്രനിർദഗ്ധസഭണ്ഡാസുരശൂന്യകായൈ നമഃ. ഓം ഓം ഹ്രീം കാമേശ്വരാസ്ത്രനിർദഗ്ധസഭണ്ഡാസുരശൂന്യകായൈ നമഃ. ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ കടാക്ഷം കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഭണ്ഡാസുരൻ്റെ നഗരം പോലെ ശൂന്യമായിത്തീരും എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ആദിപരാശക്തിയായ ജഗദീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.